മുരളി ഓട്ടം പോയതായിരിക്കും അല്ലേ? എന്താ ഷൈജ ഇത്? ഷൈജൻ അറിഞ്ഞൂടെ? മുരളി ഓട്ടത്തിലാണ്. ത്രൂ ഔട്ട് ഓട്ടത്തില്. ഓട്ടടാ ഓട്ടം. എപ്പോ അന്വേഷിച്ചാലും ഓട്ടത്തിലാണ്. പക്ഷേ ഒടുവിൽ ഓടിച്ചിട്ട് പിടിക്കും, അതുറപ്പാ. മാഡം കാര്യം പറയണം. അത്രയ്ക്ക് തിരക്കാണോ നിനക്ക്? ഞങ്ങൾ കുറെ ദിവസമായി കേരളത്തിനെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ പ്രധാന പ്രതി അന്വേഷിച്ച് നടക്കാണ്. അതിന്റെ ഭാഗമായി ഇവരോടും സംസാരിച്ചു, മുരളിയോടും സംസാരിച്ചു. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ അല്ലേ? പറഞ്ഞു മാഡം. മുരളേട്ടനെ തല്ലിയ കാര്യവും പറഞ്ഞു, അമ്മയെ തല്ലിയ കാര്യവും പറഞ്ഞു. ആര്? നിങ്ങളെ ആരെങ്കിലും തല്ലിയോ ഭാർഗവി? ഇല്ല, എന്നെ ആരും തല്ലിയിട്ടില്ല. അപ്പൊ ഇനി മരുമോളോട് ചോദിക്കാം. മുരളിക്ക് നിങ്ങൾ രണ്ടുപേരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് മനസ്സിലായില്ല മാഡം. അല്ല, ദേവികയും ഗൗരിയും മുരളിയുടെ ഭാര്യമാരാണല്ലോ. മാഡം, ആവശ്യമില്ലാതെ ഓരോന്ന് പറയരുത്. ദേവിക മുരളേട്ടന്റെ പെങ്ങളാ. മുരളേട്ടന് മാത്രമല്ല, എനിക്കും അവള് സഹോദരിയാ. ഓ, അപ്പോ അത് കൂടുതൽ കുഴപ്പം പിടിച്ചൊരു ബന്ധമാണല്ലോ, അങ്ങനെയല്ലേ സക്കീറേ? യെസ് മാഡം. മുരളി ദേവികയെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചില്ലേ? അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നതാണ് മാഡം. അങ്ങനെ പ്രത്യേക സാഹചര്യത്തില് കഴുത്തിൽ മാലയിട്ട് താലി കെട്ടി കൂടെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിക്കുന്നതിനാണ് ഞങ്ങളുടെ നാട്ടില് കല്യാണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട, മനസ്സിലായോ? ദേവിക അവളുടെ ശത്രുവായ മീരയെ കൊന്നു. ദേവിക മുരളിയെ സംബന്ധിച്ച് വളരെ വേണ്ടപ്പെട്ടയാളാണ്. ഗൗരിയുടെ സഹോദരിയാണെന്ന് ഗൗരി ഇപ്പൊ പറഞ്ഞു. അപ്പോ ആ സഹോദരി എവിടെയാണെന്ന് ഈ സഹോദരി തന്നെ പറയണം. മാഡം, അറിയില്ല. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഉപദ്രവിക്കരുത് മാഡം, പ്ലീസ്. ഈ പറഞ്ഞ 3 പേർക്കും വ്യക്തമായിട്ട് അറിയാം മാഡം. ഇവരെ ഒന്നുകൂടി ക്യാമ്പിലേക്ക് കൊണ്ടുപോവാ. അയ്യോ, ഞാൻ വരില്ല. അമ്മയോടും മുരളേട്ടനോടും നിങ്ങൾ ചെയ്തതിന് ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. പക്ഷെ ഇനിയും ഞങ്ങളെ വെറുതെ വിടാൻ ഭാവമില്ലെങ്കിൽ കൊലയാളിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് നീ ഇങ്ങോട്ട് വരട്ടാൻ നിൽക്കുന്നു. ശരി, നിങ്ങളെ വെറുതെ വിടാം. ദേവിക എവിടെയാണെന്ന് പറയൂ. അന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ ആ ദിവസം അവിടെ കൂടെ നിന്ന് പരിചരിച്ചത് ദേവികയാണ്. ദേവികയ്ക്ക് നന്ദനും എല്ലാ തരത്തിലുള്ള സഹായവും ഈ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇപ്പോഴും ഈ വീട്ടിലെ അംഗത്തെ പോലെ തന്നെയാണ് അവര്. ചന്ദ്രോത്ത് വീട്ടിൽ അവർ അനുഭവിക്കാത്ത സുരക്ഷിതത്വം ഈ വീട്ടിൽ അവർ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെവിടെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം. ഗൗരി പറയൂ, ദേവിക എവിടെയാണുള്ളത്? പറഞ്ഞില്ലേ മാഡം. അറിയാത്ത കാര്യം എങ്ങനെയാ പറയുന്നേ? നിനക്കറിയില്ലടി? അറിയില്ല മാഡം. ഇവക്ക് ഭയങ്കര ഗഡ്സ് ആണല്ലോ ഷൈജ. സാധാരണഗതിയിൽ ഞാനൊന്ന് ഷൗട്ട് ചെയ്യുമ്പോ വിരളുന്നതാ. നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് മാഡം. പോലീസ് തിരിച്ചും മറിച്ചും ചോദിക്കും. ധ്യാനത്തിന് പോയതാണെന്നേ പറയാവുള്ളൂ, അങ്ങനെ അല്ലേ? മാഡം, ദേവിക എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്റെ മുരളേട്ടനെ കൊല്ലാക്കൊല ചെയ്തിട്ടും നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? നിങ്ങളുടെ ഓഫീസിന്റെ മുന്നിൽ വന്ന് നിരാഹാരം ഇരിക്കണമെന്നും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നും അങ്ങനെയൊക്കെ വിചാരിച്ച ആളാ ഞാൻ. ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്തു പോവും. മാഡം, ഞാൻ സത്യസന്ധമായിട്ട് പറയാം. ദേവികയെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഒന്നാമത് ദേവിക ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യില്ല.
അഥവാ ഇനി അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് ഒളിത്താവളത്തിലൊന്നും പോവില്ല, നേരെ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങും. അവൾ ആരെയും അപകടപ്പെടുത്തിയിട്ടില്ല മാഡം, ഉറപ്പാ. അവളെ ആരോ അപകടത്തിൽ പെടുത്തിയതാ. അവളെ കണ്ടുപിടിച്ച് രക്ഷിക്കണം മാഡം, പ്ലീസ്. ഷൈജ, നന്ദേട്ടൻ. നന്ദേട്ടാ, ഇതെവിടെയായിരുന്നു? അതൊക്കെ പറയാം. അമ്മ അച്ഛനും ഇല്ലേ? ഉണ്ട്. നന്ദേട്ടൻ വാ. അമ്മേ വാ. അമ്മേ, ആ ദാ ആരെ വന്നേ നോക്ക്. അച്ഛാ, മോനെ, നീ ഇത് എവിടെ പോയതായിരുന്നു? ഞങ്ങളോടൊന്നും പറയാതെ എങ്ങോട്ടാ പോയത്? തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിന്നേ അമ്മേ. മോനെ, ആ അച്ഛ, നീ തിരിച്ചു വന്നല്ലോ. ഹ, പാതി ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നുക. ഞങ്ങളുടെ മോളെ കാണാതെ മരിച്ച അവസ്ഥയിലായിരുന്നു മോനെ. അതിനിടയിൽ മോനെയും പെട്ടെന്ന് കാണാതായി. ഓരോരോ വാർത്തകളും വന്നു. ജീവിച്ചിരിക്കണം തന്നെ ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. നന്ദ, ദേവിയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? അത് പറയാനമ്മ ഞാൻ വന്നേ. ദേവിക്ക് ഒരു കുഴപ്പമില്ല. അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. സത്യമാണോ നന്ദേട്ടാ? ഏട്ടൻ ദേവിയേച്ചി കണ്ടോ? കണ്ടു. ആ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈശ്വരാ, അമ്മ പേടിക്കണ്ട, ദേവി സുഖമായിട്ടിരിക്കുന്നു. എന്റെ മോളെ കണ്ടു എന്നാണോ നന്ദൻ പറഞ്ഞത്? ദേവിയെ കണ്ടോ? സത്യാണോ? എവിടെയാ മോനെ അവള്? മോനെന്താ അവളെ കൂട്ടിക്കൊണ്ടുവരാഞ്ഞത്? അവക്ക് ആപത്തൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ദേവി സുഖമായിരിക്കുന്നു, ഒരാപത്തുമില്ല. കുറച്ചു ദൂരെ സുരക്ഷിതമായ ഒരിടത്ത് ദേവിയുണ്ട്. ദേവിയെ നന്നായിട്ട് നോക്കുന്ന ഒരു കുടുംബത്തിലാണ് അവളുള്ളത്. ഞാൻ ദേവിയുടെ അടുത്തുനിന്ന് ഇപ്പൊ വരുന്നേ. ആദ്യം ഇവിടെ വന്ന് ഈ സന്തോഷ വാർത്ത അറിയിച്ചിട്ട് വീട്ടിൽ പോകാന്ന് കരുതി. ഏത് വീട്ടിൽ അവള് കഴിയുന്നത്? ആരാ അവള് നോക്കുന്നത്? ദേവിക്ക് ഒരു കുറവുമില്ല. അവളുടെ ദേഹത്ത് ഒരു പൊടി പോലും പറ്റാതെ സംരക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കുടുംബത്തിലാ ദേവി ഇപ്പൊ കഴിയുന്നേ. ചേച്ചി എന്താ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാത്തെ? ഇനിയും അവിടെ ഒറ്റയ്ക്ക് മാറി കഴിയണമെന്നാണോ? അതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ മോളെ. കേസും കാര്യങ്ങളൊക്കെ നടക്കല്ലേ. വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് ഞാൻ വീണ്ടും ദേവിയുടെ അടുത്തേക്ക് പോവും. ദേവിയുടെ കാര്യോർത്ത് ആരും ഒട്ടും പേടിക്കണ്ട. ഞാൻ അധികം നിൽക്കുന്നില്ല. എല്ലാരും സന്തോഷമായിട്ടിരിക്കണം. ഇവിടെ സന്തോഷമാണെന്ന് അറിഞ്ഞാലേ ദേവിക്ക് അവിടെ സമാധാനം കിട്ടൂ. ഈശ്വര, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. ഞങ്ങളുടെ സന്തോഷമായിട്ടായിരിക്കണേന്ന് മോൻ ദേവി അറിയിച്ചേക്ക്. ഏട്ടാ, ദേവിയേച്ചി എങ്ങനെയാ അവിടെ എത്തിയേ? അതൊക്കെ വിശദമായിട്ട് പറയാം മോളെ. വീട്ടിലെ അച്ഛനോട് പോലും ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഞാൻ അത് ഇങ്ങോട്ട് ഓടി വന്നേ. ശരിയമ്മേ. അച്ഛാ.
ഞാൻ പോട്ടുരാം. മോനെ, എന്താ അമ്മേ? അല്ല, മനസ്സിന്റെ ഒരു ആദ്യം കൊണ്ട് ചോദിക്കുന്നതാ. മോനെ അവിശ്വസിക്കുകയാണെന്ന് തോന്നരുത്. എന്താ അമ്മേ? ദേവി സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താ ഇനി സംശയമാണോ? എന്താ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ദേവിയെ കണ്ടെന്ന് ഞാൻ കെട്ടിച്ചമച്ച് പറയുന്നതാണെന്നാണോ കരുതുന്നത്? സ്വന്തം മോള് സുഖമായിരിക്കുന്നു എന്ന് കള്ളം പറഞ്ഞ് ഒരമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കാം. എന്റെ ദേവിയെ പറ്റി ഇല്ലാത്ത പറയുന്ന ഒരാളാണ് ഞാൻ. അയ്യോ, അങ്ങനെയല്ല മോനെ. സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ ഒരിടത്തും മനസ്സ് നിൽക്കുന്നില്ല. ചിലപ്പോ നമ്മളെ കുറിച്ച് തന്നെ സംശയിച്ചു പോവാന്ന് പറയില്ലേ, അതുപോലൊരവസ്ഥയില്ല ഞാൻ. സത്യമേത് കള്ളവേതെന്ന് തിരിച്ചറിയാൻ വയ്യ. ദേവിയുടെ കാര്യത്തിൽ ഞാൻ കള്ളം പറയില്ലമ്മേ. ദേവി സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ദേവിയുടെ ജീവിതത്തിലെ സമാധാനമുള്ള കുറച്ച് ദിവസങ്ങളിലൂടെയാണ് അവൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേസിന്റെ അന്വേഷണവും അതിന്റെ പേടിയൊക്കെ ഉണ്ട്, ശരി തന്നെ. പക്ഷെ അതിനപ്പുറം സുഖവും സ്നേഹവും ദേവി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പോ പോലീസ് അന്വേഷണത്തിനിടയിൽ ദേവിയെ കാണാതിരിക്കുന്നത് നല്ലത്. എല്ലാം നടങ്ങട്ടെ, എല്ലാവർക്കും സന്തോഷത്തോടെ ഒത്തുചേരാം. ശരിയമ്മേ, ഞാൻ ഇറങ്ങട്ടെ. മോനെ, നീ എന്നെ നീ തീ തീറ്റിച്ചു കളഞ്ഞല്ലോ. എന്താ അമ്മ ഇത്? അച്ഛനവിടെ അകത്തുണ്ട്. നീ കാര്യം പറയേ. ആരോടും പറയാതെ നീ എങ്ങോട്ടാ പോയത്? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അമ്മേ. നന്ദ, അച്ഛാ അച്ഛാ. നന്ദ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? ഒന്നുമില്ല ചേച്ചി. നീ ഇതെവിടെയായിരുന്നടാ? ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്തില്ലല്ലോ. അതിനുള്ള സാഹചര്യം ഉണ്ടായില്ലമ്മേ. ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. നീ എവിടെയായിരുന്നു? അതെങ്കിലും ഒന്ന് പറ. അവൻ ആദ്യം ഒന്ന് വിശ്രമിക്കട്ടെ പ്രഭ. ഞാൻ എന്റെ മോനോടാ സംസാരിക്കുന്നത് സിദ്ധു. മോനെ പെട്ടെന്ന് കാണാതായിട്ട് തിരിച്ചു കിട്ടുമ്പോ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? ഞാൻ വഴിയെ പോയ ആരെങ്കിലും അല്ല, വലിഞ്ഞു കയറി വന്നതുമല്ല. ഇവരുടെ അമ്മയാ, സിദ്ധുവിന്റെ ഭാര്യ. എനിക്ക് ഈ വീട്ടിൽ അവകാശങ്ങളില്ലേ? ഞാൻ നന്ദനോട് എപ്പ സംസാരിക്കാൻ തുടങ്ങിയാലും അതിനിടയിൽ സിദ്ധു വന്ന് കയറും. വിടമ്മേ, അച്ഛനൊന്ന് കാഷ്വലായിട്ട് പറഞ്ഞതാ. ഞാൻ എന്റെ ഒന്നിനോട് ഫ്രണ്ട്സിനെ കാണാൻ പോയതാ. ഏത് ഫ്രണ്ട്സിനെ കാണാനാ നീ പോയത്? കോളേജിൽ പഠിച്ച ചിലരെ കാണാൻ പോയതാ. അവരാരൊക്കെയാണെന്നാ ചോദിച്ചത്? അത് നിന്റെ ഏകദേശം എല്ലാ കൂട്ടുകാരെയും എനിക്കറിയാം. പറ, ആരാ അവര്? അത് അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് പേരാമേ. ഡാ, നീ എന്റെ മുഖത്ത് നോക്കി പറ, നീ നിന്റെ കൂട്ടുകാരെ കാണാനാ പോയതെന്ന്. ഈ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞാലും വിശ്വസിക്കില്ലെന്ന് വെച്ചാ. നീ അങ്ങനെ വിഷയമൊന്നും മാറ്റണ്ട. ഞാൻ പ്രസവിച്ചതല്ലേ നിന്നെ. നിന്റെ കണ്ണൊന്ന് ചിമ്മിയാൽ അതിന്റെ അർത്ഥം പോലും എനിക്ക് മനസ്സിലാവും. അമ്മേ, അവനെ വിട്.
അവൻ പോയി വിശ്രമിച്ച് ഭക്ഷണം കഴിക്കട്ടെ. ഡാ, നീ പോയി ഫ്രഷ് ആവ്. നന്ദ, നീ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യ്. നീ നിന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയതാണോ? എന്റെ അമ്മയാണ് സത്യം. ഞാൻ എന്റെ കോളേജ് മെറ്റിനെ കാണാൻ പോയത്. ഡാ, നീ അവളെ കാണാൻ പോയതല്ലേ? നീ ദേവികയെ കാണാൻ പോയതല്ലേന്ന്. താൻ എന്ത് വിഡ്ഢിത്തരമായി പറയുന്നത്? ആ, എന്നെ അങ്ങനെ വിഡ്ഢിയാക്കണ്ട. എനിക്കറിയാം, നന്ദൻ പോയത് ദേവികയെ കാണാൻ തന്നെയാ. അതിന് ദേവി എവിടെയാ? അമ്മ അതുകൂടി ഒന്ന് പറ. അവളുടെ ഒളിത്താവളം എനിക്കറിയാമായിരുന്നെങ്കിൽ അവൾ എന്നേ അഴിയണ്ണി തുടങ്ങിയിട്ടുണ്ടാവുമായിരുന്നു. നന്ദ, നീ അകത്തു പോ. പറഞ്ഞു എന്തൊക്കെയോ പറയുക. ഓരോന്നോരോന്ന് എല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക. വീട്ടിലുള്ള ബന്ധങ്ങളെങ്കിലും അറ്റുപോകാതെ പിടിച്ചു നിർത്തണം. അതെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി പ്രഭ. അച്ഛക്ക് വന്നേ. എന്താ അമ്മേ ഇത്? ഇത്രയും നേരം മോനെ കാണാത്തന്റെ വിഷമായിരുന്നു. തിരിച്ചെത്തിയപ്പോ ആവശ്യമില്ലാത്ത 100 കൂട്ടം ചോദ്യങ്ങള്. അവന് വിഷമായിട്ടുണ്ടാവില്ലേ? എനിക്കറിയാം, എല്ലാം അറിയാം. ശരിയാ, അമ്മയ്ക്ക് എല്ലാം അറിയാം. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? എന്റെ ദേവി എവിടെയാണെന്ന് അച്ഛനറിയോ? എനിക്കറിയാം നിന്റെ അവസ്ഥ. ഇന്നില്ലെങ്കിൽ നാളെ അവളെ കണ്ടെത്തും. നീ വിഷമിക്കണ്ടെന്ന് പറയുമ്പോഴും അച്ഛന്റെ മനസ്സിൽ തീയാ മോനെ. ദേവിക എവിടാന്നറിയാതെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നിന്റെ മനസ്സിലെ സങ്കടത്തിന്റെ ആഴം എനിക്കറിയാം. എന്നോട് നിനക്ക് ദേഷ്യമുണ്ടോ? എന്താടാ? അച്ഛാ, ഞാൻ ദേവിയെ കണ്ടു. എന്താ? അതെ, ഞാൻ അവളെ കണ്ടു, സംസാരിച്ചു. ഈശ്വര, അവക്കൊരു കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കുക അച്ഛന്റെ ദേവി മോള്. മതി, സമാധാനമായി. എന്റെ മനസ്സിലെ ഭാരമെല്ലാം ഈ നിമിഷം അങ്ങ് അലിഞ്ഞു പോകും പോലെ. ഇതിലും നല്ലൊരു വാർത്ത ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ലടാ. കുറെ കഷ്ടപ്പാടുകൾക്ക് അവസാനം അവള് സന്തോഷം എന്തെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അച്ഛാ. അവള് അച്ഛനെ കുറിച്ച് ചോദിച്ചു. സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. പറ, എല്ലാം പറ. എവിടെയാ അവള്? എങ്ങനെയാ നീ അവളെ കണ്ടത്? രാമപുരത്ത് ഒരു എസ്തപ്പാന്റെ വീട്ടിലാ അവളിപ്പോ ഉള്ളത്. എസ്തപ്പാൻ എന്ന് പറയുന്നത്? അയാളൊരു ഗുണ്ടയാ. പോലീസിന്റെ ഭാഷ പറഞ്ഞ ഒരു ക്രിമിനൽ. ഗുണ്ടയോ? ഒരു ക്രിമിനലിന്റെ വീട്ടിലാണോ നീ ചെന്ന് താമസിച്ചത്? നീ വിശദമായിട്ട് പറ. അന്ന് ഇവിടെ ഫംഗ്ഷൻ നടക്കുന്ന ദിവസം ടെറസിൽ വെച്ച് ആരോ മുഖം പറ്റിയത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ അത്രേ. പിന്നെ അവള് കണ്ണു തുറക്കുന്നത് കാട്ടിനുള്ളിലെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലാ.
ജീവിതമാണോ അതോ കഥയാണോ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും രസകരമായ സംഭവം എന്താണെന്നറിയോ അച്ഛന്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.